ജിതിനെ എവിടെയാടാ? വിളിച്ചിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. അളിയ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടടാ. എടാ വേഗം വാടാ. അളേ അതാ എത്തി നീ ടെൻഷൻ അടിക്കാതെ കാര്യം പറ. ഞാൻ എത്തി. എന്തുവാടേ? എടാ ഞാൻ 2 ഇലവെട്ട് അമീറക്കേറ് തോട്ടത്ത് പോയായിരുന്നു. അപ്പോഴാണ് അവിടെ. നീ കാര്യം പറ. അപ്പൊ അവിടെ എന്തോന്ന്? ഇലവെട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരുന്ന നേരം കണ്ടോടാ? ഇല്ലാട്ടാ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ജോജ് കുറവുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. 2 ഡീൽ നടത്ത നമ്മുടെ ഐഫോണൊക്കെ ആയല്ലോടാ. സിം ഊരിട്ട് ഫോൺ എടുത്ത. എടാ നമ്മുടെ അമീർക്ക് ആടാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല അളിയ. എനിക്കതല്ല, എത്ര കുടുംബങ്ങളെ നശിപ്പിക്കണ ഈ സാധനം നമ്മളെ ഏരിയയിൽ എത്തി എന്നുള്ളതാണ്. ഇതിന് എങ്ങനെയെങ്കിലും തടയണോടാ. നീ എന്തുകൂടാ ഈ പറയുന്നേ? ഇതെങ്ങാണ് നീ കണ്ടെന്നെങ്ങാണ് അവന്മാരെ അറിഞ്ഞ നിന്റെയും കാര്യം പോക്കാ എന്റെയും കാര്യം പോക്കാ. വീട്ടിൽ കയറി തീർക്കും അവന്മാര്. അവന്മാരറിയാതെ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാടാ. എങ്ങനെ? യോദ്ധാവ്, കേരള പോലീസിന്റെ യോദ്ധാവ്. നമ്മൾ ഇൻഫർമേഷൻ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു, അവർ ആക്ഷൻ എടുക്കുന്നു. ഇൻഫോമർ ആരാന്ന് ഒരു ഈച്ച പോലും അറിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നാളെ അവന്മാര് മയക്കുമരുന്ന് കൈമാറുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവിടെ പോയി ഒരു വീഡിയോ എടുത്തിട്ട് അളിയൻ പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. എടാ കൊച്ചു ചെറുക്കനെ എത്ര നേരമായിട്ട് അവിടെ നിൽക്കുന്നു? ഇതെന്താ മാങ്ങ കച്ചവടമാണോ? ഏതാണ് ഈ ചെറുക്കൻ? ഈ ഏരിയയിലെ സ്കൂളിലെ പുതിയ ഡീലറാണ്. ഇമാതിരി ബുദ്ധിയില്ലാത്ത പരിപാടി എനിക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഡീലുവിലെ പോകൂല. സീനാണ്. വാടാ നമുക്ക് പോടാം. നിനക്കെന്റെ പേരറിയോടാ? ഇല്ല. ഇവന്മാരുടെ പേരറിയോ? ഇല്ല. പേടിക്കണ്ട, സേഫാണ്. അമ്മ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക. നമ്പർ എന്ന് പറ. 99 95 96 66 66. കിട്ടിയോ? ഹലോ, യോദ്ധാവാണേ. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ച? എന്താ നടി? നമ്മുടെ അമീർ ഖാനെ കഞ്ചാവുമായിട്ട് പോലീസ് പിടിച്ച്.